ചെറുപ്പത്തിൽ എല്ലാരും കൂടിയിട്ട് പൂവെല്ലാം പറിക്കാൻ പോലുണ്ടാ? പൂ പറിക്കാൻ പോകുന്നമ്മ 4 ആറിലെ കുഞ്ഞാള് ആ കുഞ്ഞാളെപ്പോഴും ഞാൻ എന്നിട്ട് ഞാനേ കുഞ്ഞിയുള്ളൂ. അമ്മമ്മേരെ പണ്ടത്തെ ഓണത്തിനെ കുറിച്ചിട്ട് പറയുവാ. എനക്ക് തന്നെ അറിയല്ലേ ഈ പണ്ടത്തെ ഓണത്തിനെ പറ്റിയിട്ട്. എന്നാലും പറ, പണ്ട് എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്? പണ്ട് തന്നെ ഒരു ഓണപ്പടം ഓണിക്കലും ഒരു ചോറും കറി ആക്കലും അതെല്ലാം തന്നെ. എന്റെ ഒരു കസവ് പോലത്തെ ഒരു ദേവിരി മനസ്സിട്ട് തരും. കസവ് പോലത്തെ മുണ്ട ഉദ്ദേശിക്കുന്നത്? മുണ്ട് പോലത്തെ തന്നെ ഒരു ദേവിരി പുടവ. മറ്റാരും അങ്ങനെ ഓണപ്പഴൊന്നും മനക്കാരൊന്നും നമുക്ക് ആരുമില്ല. അച്ഛൻ്റെ മനക്കാനായിരിക്കും കല്യാണം കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ല, ചെറുപ്പല്ലേ. ആരും മനസ്സിലാറുണ്ട് ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പാവാട അതെല്ലാം തന്നെ. മനസ്സിലാൻ ആളുമില്ല, അത്ര ഇല്ലും താനും. പണ്ടൊന്നും ഇത്ര കോട്ടമില്ല, ഇപ്പാണ് കോട്ടം. അപ്പൊ പൂക്കളെല്ലാം ഇടൂലേ? പൂക്കളൊന്നുമില്ല, സാധാരണ നമ്മ ചിന്നമാസത്തിലൊരു പൂടുന്നത് മാത്രം. മറ്റങ്ങനത്തെ പൂക്കളും ഇല്ല, വേടയില്ല. അന്നേരം സദ്യയല്ലോ ഒരുപാട് കറികളെല്ലാം ആക്കുക. ആ സമയത്ത് ഒന്ന് കറിയെല്ലാം ആക്കുന്ന എൻ്റെ ഓർമ്മയിലൊന്നും 2 or 3 കറി. ഇതുപോലെ ചിക്കൻ കറിയോ ബിരിയാണിയോ നെയ്ച്ചോറോ അതൊന്നുമില്ല. സാധാരണ 4 കറി ചോറ് മാത്രം. ചെറുപ്പത്തിൽ എല്ലാരും കൂടിയിട്ട് പൂവെല്ലാം പറിക്കാൻ പോലുണ്ടാ? പൂ പറിക്കാൻ പോകുന്നമ്മ ആരും എല്ലാരും. പിന്നെ ആരും ഇങ്ങനെ 4 ആറിലെ കുഞ്ഞാള് ആ കുഞ്ഞാളെപ്പോഴും ഞാനും എന്നിട്ട് ഞാനേ കുഞ്ഞിയുള്ളൂ, മറ്റെല്ലാരും ഇല്ലല്ല. അങ്ങനെ പാർക്ക് ഇങ്ങനെ പൂ പറിക്കാനും ഒരു കുരുതി എടുത്തിട്ട് പോവും പൂ പറിക്കാനുള്ള. അങ്ങനെ ഇപ്പൊ പാർക്കൊന്നും പോവില്ലല്ല. അങ്ങനെ കൊണ്ടുവന്നിട്ട് കൂടും. ഇത് അമ്മമ്മക്ക് നമ്മളെ വക ഓണക്കൊടി. ഞാൻ പറഞ്ഞിട്ടേ മോളെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആയിക്കോട്ടെ, അമ്പൂന്റെ അടുത്തത് നാളെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് മറ്റന്നാൾ രാവിലെ ഇങ്ങോട്ട് വരും. ഒരു ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞു. ഓൻ എന്നെ കാണാൻ ചാടിക്കൊണ്ടിരിക്കുന്നില്ലേ ഇങ്ങോട്ട്. അച്ഛൻ്റെ പൈസയും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടിനെ കാണുന്ന രീതിയിൽ. അന്നേരം ഒരിക്കൽ ഓൻ പറയുമ്പോ ഒരിക്കൽ പോയാ പിന്നെ പോവാനായിട്ട് അങ്ങനെ പറയല്ല അമ്മമ്മ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എന്നാ പിന്നെ അമ്മമ്മക്ക് നമ്മളെ വക ഹാപ്പി ഓണം.